വെൽക്കം ടു ഫ്രാഗ്രൻറ്റ് നേച്ചർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഫ്രാഗ്രൻറ്റ് നേച്ചർ റിസോർട്ടിലാണ്. ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് സാജൻ. ഇത് എൻ്റെ അസിസ്റ്റൻറ്റ് മിസ്റ്റർ സിറാജുദ്ദീൻ. ഞങ്ങളിന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഞണ്ടിൻ്റെ കറി, അതായത് ഈ ഞണ്ട് കറി എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രാഗ്രൻറ്റ് നേച്ചർ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു അറൗണ്ട് 5 വർഷത്തോളമായിട്ട് ഞങ്ങൾ സീ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളാണ് ഗസ്റ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് കൂടുതൽ ഇവിടെ വരുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം കൊഴുപ്പില്ലാത്ത സീ ഫുഡ് ഐറ്റംസാണ് കൂടുതൽ നമ്മൾ ഗസ്റ്റിന് ചൂസ് ചെയ്യുന്നത്. ആ ഒരു ഇതിനകത്ത് ഇവിടുത്തെ ക്രാബ് മസാല എന്ന് പറയുന്നത് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. ആ ഒരു ക്രാബ് മസാലയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് നല്ല കായൽ നിന്ന് കിട്ടുന്ന കായൽ ഞണ്ട് ഒരു 2 എണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ളത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കടുക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. നമുക്ക് ഇത് ഇനി പ്രിപ്പയർ ചെയ്യാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ 3 സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം കടുകിട്ട്, ഈ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിനകത്തേക്ക് അല്പം കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ കൂടത്തിൽ തന്നെ നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 2 സ്പൂൺ ചേർക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക് അരി, ഇത് നമ്മൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം സോൾട്ട് ആഡ് ചെയ്യാം, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യാനായിട്ട് എൻ്റെ അസിസ്റ്റൻറ്റ് സിറാജിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് ഇതിന് വേണ്ട തേങ്ങ നമുക്ക് അല്പം നന്നായിട്ട് സോട്ട് ചെയ്ത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ മസാല നമ്മൾക്ക് ഇപ്പുറത്ത് പ്രിപ്പയർ ചെയ്യാം. ഇത് സോട്ടാവുന്ന സമയം അതിന് നമ്മൾ കടായി വെച്ച് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് നന്നായി ചിരണ്ടി എടുത്തിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യുക. 2 സ്പൂൺ പച്ചമല്ലി അതിനകത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 4 or 5 മിനിറ്റ്സ്, 4-5 മിനിറ്റ് തേങ്ങ ഒന്ന് വറക്കുക. ഒരുപാട് കരിഞ്ഞു പോകാണ്ട് നോക്കണം. അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച്, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമ്മൾക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ആഡ് ചെയ്യാം. മസാല എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ കാശ്മീരി ചില്ലി പൗഡർ കളർ ഉണ്ടെന്നേ ഉള്ളൂ, അതിനകത്ത് സ്പൈസി നമുക്ക് കുറവായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ മസാല ഏതാണ്ട് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. ഈ തേങ്ങ അറൗണ്ട് ലൈറ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് പേസ്റ്റ് അടിച്ച് എടുക്കണം. അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് അല്പം വെള്ളം ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കായലിൽ നിന്ന് കിട്ടുന്ന കായൽ ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മസാലക്കകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. സ്ലോ ഫയറിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യണം. ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ആ വെള്ളത്തിൻ്റെ സ്റ്റീമിനകത്ത് വേണം ഈ ഞണ്ട് വെന്ത് വരാനായിട്ട്. കവർ ചെയ്ത് വയ്ക്കാം. കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഇത് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ അറൗണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഞണ്ട് ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ ഞാൻ അരയ്ക്കാൻ കൊടുത്തിരിക്കുന്ന മസാല അവർ അരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, റെഡിയാണ്. ആ മസാല ഞാൻ സോട്ട് ചെയ്ത് കൊടുത്ത തേങ്ങ പേസ്റ്റ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് 2-3 മിനിറ്റ് വേവിക്കാം. ഞണ്ടും കൂടെ നന്നായിട്ട് കുക്കാകുന്ന അല്പം കൂടെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് അല്പം ആഡ് ചെയ്യുകയാണ്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അറൗണ്ട് 3-4 മിനിറ്റ് നമ്മളിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ടുണ്ടോ എന്ന്. ഫ്രാഗ്രൻറ്റ് ക്രാബ് മസാല ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നിങ്ങളാരെങ്കിലുമൊക്കെ കൊല്ലം ഏരിയയിൽ കൂടെ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫ്രാഗ്രൻറ്റ് നേച്ചറിൽ വരണം. ഫ്രാഗ്രൻറ്റ് നേച്ചറിൻ്റെ ക്രാഫ്റ്റ് മസാല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതാ നല്ല സ്വാദിഷ്ടമായ ക്രാഫ്റ്റ് മസാല നിങ്ങൾക്ക് വേണ്ടി റെഡിയായിരിക്കുകയാണ്.